യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ ഇങ്ങനെ അവർ ശിഷ്യന്മാർ ആയിട്ട് സംസാരിക്കുമ്പോൾ ലാസറിൻ്റെ മരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മറ്റ് ശിഷ്യന്മാർ പറയുകയാണ്, നിന്റെ ശത്രുക്കൾ നിന്നെ നോക്കിയിരിക്കുകയാണ്, പതിയിരിക്കുകയാണ്, നിന്നെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അവിടെ 11-ാം അധ്യായത്തിൻ്റെ ആരംഭം പറയുന്നു, ലാസർ എന്ന് പറയുന്ന ഒരുവൻ രോഗം ബാധിതനായി, ഇവൻ മറിയത്തിൻ്റെയും അവിടെ സഹോദരിയായ മർത്തായുടെയും സഹോദരനായിരുന്നു, ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഒരു വലിയ സമ്പന്നനായിരുന്നു ബഥാനിയ. അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാർ പറയുന്നത്, നിന്നെ അവർ പിടിക്കാനൊക്കെ കാത്തിരിക്കാം. അപ്പോൾ സെന്റ് തോമസ് അപ്പസ്തോലൻ പറയുകയാണ്, ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം. 16-ാം വചനം, അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം. യേശുവിന്റെ കൂടെ ഉള്ള യാത്ര അത് കുരിശിന്റെ വഴിയാണ്, ക്രൂശിതന്റെ വഴിയാണ്. നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അനുദിനം ക്രിസ്തുവിനോടുകൂടി മരിക്കണം. ജഡത്തിന്, ലോകത്തിന്, ആസക്തികൾക്ക് എല്ലാം ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. കുരിശ് കാണുമ്പോൾ ഭയപ്പെടരുത്. സഹനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിന്റെ സഹനത്തിന്റെ വേളകളിൽ ദൈവം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാ. എഫ്രായീം എന്റെ വത്സലപുത്രനല്ലേ, എന്റെ പൊന്നോമന കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവനോട് എനിക്ക് നിസ്സീമമായ കരുണ തോന്നുന്നു. അവന് വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു, അവന് വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു. കാൽവരിയിൽ കുരിശിൽ സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തു നീറുന്ന ക്രിസ്തുവിന്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടു. ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ സഹിക്കുന്നവർക്കെല്ലാം ഇടമുണ്ട്. ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ സഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇടമുണ്ട്. സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. സഹിക്കുന്നവരെ നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ടവരാ. കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും സഹനം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കരുത്. സഹനം വരുമ്പോൾ താങ്ങാൻ കർത്താവ് ബലം നൽകും. ആ സഹനങ്ങൾ, ആ കയ്പ് അവൻ ജീവിതത്തിൽ മധുരമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോസ്തലൻ പറയുന്നു, നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം. ആ യാത്ര അപ്പോസ്തലൻ തുടരുകയാ. പെന്തക്കോസ്താ ദിനം ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. അതിനു മുൻപ് യേശുവിന്റെ മുറിവിൽ തൊട്ട് യേശുവിൽ ഉറച്ചു വിശ്വസിച്ച അപ്പോസ്തലൻ, ആ മുറിവിൽ തൊട്ട വ്യക്തി അപ്പോസ്തലൻ. എത്ര ഭാഗ്യവാനല്ലേ അപ്പോസ്തലനായ സെന്റ് തോമസ്. ഈ ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് സുവിശേഷം പറഞ്ഞു. അവസാനം നമുക്കറിയാം ചരിത്രം. തമിഴ്നാട്ടില് എവിടെ വെച്ചാ വധിക്കപ്പെടുന്നത്? സെന്റ് തോമസ് മൗണ്ട് എന്നൊക്കെ കേട്ടില്ലേ അല്ലേ? അവിടെ വെച്ച് അപ്പോസ്തലനെ കൊല്ലുകയാണ്. കുന്തം കൊണ്ട് കുത്തിക്കൊന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലനായ സെന്റ് തോമസിന്റെ രക്തം വീണ മണ്ണാണ് ഈ ഭാരതത്തിന്റെ മണ്ണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്റെ രക്തം വീണ മണ്ണ്. യേശുവിന്റെ രക്തം വീഴുന്നത് കണ്ടവരാണ് സെന്റ് തോമസ് അപ്പോസ്തലൻ. അവനോടൊപ്പം മരിക്കാൻ പോകാം എന്ന് പറഞ്ഞ അപ്പോസ്തലൻ ഇവിടെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ വിശ്വാസത്തിന്റെ വിത്ത് വിതച്ചു. ഇവിടെ രക്തം ചുന്തി. ആ രക്തത്തിൽ നിന്ന് കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. 2% എന്നാണ് പറയുന്നത്. അതുപോരാ, ഇവിടെ വലിയ ഒരു ഉണർവ് ഈ ഭാരതത്തിൽ തുറക്കപ്പെടണം. സെന്റ് തോമസ് അപ്പോസ്തലന്റെ രക്തം വീണ ഈ മണ്ണിൽ കോടിക്കണക്കിന് മനുഷ്യർ ഇനിയും ക്രിസ്തുവിനെ അറിയണം. ജനകോടികൾ ഈ ഭാരതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ ആരാധിക്കണം, അവനെ സ്നേഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലൻ ജീവൻ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുകയാണ്.
നമ്മുടെ ഈ കൊച്ചു ജീവിതം, ഈ ജീവിതത്തില് ദുഃഖത്തിന്റെ അനുഭവങ്ങൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, പരാജയത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കരമുയർത്തി ഒന്ന് സ്തുതിക്കാവോ? ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഒന്ന് വിളിച്ചേ യേശുവേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, യേശുവേ വിളിച്ചേ. തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ എറണാകുളത്തെ ധ്യാന സമാപനമാണ്. ആ ധ്യാനം കഴിഞ്ഞു. ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ഒരു ഫാമിലി എൻ്റെ അടുക്ക കൊണ്ടുവന്നു. സിസ്റ്റർ പറയുക, ബ്രദറെ, ഇത് എൻ്റെ ആങ്ങളെയാണ്, ഭാര്യ, 3 പെൺമക്കൾ. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി ബ്രദറിന് പ്രാർത്ഥിക്കണം, വലിയ തകർച്ചയിലാണ്. ഞാൻ ചോദിച്ചു എന്താ വിഷയം, പേരൊക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞു. പറയണം, ബ്രദറെ, എക്സ്പോർട്ടിങ് ബിസിനസ്സായിരുന്നു, സീ ഫുഡിൻ്റെ പങ്ക് ബിസിനസ്സായിരുന്നു. 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു വർഷം ഏകദേശം 40 കോടിയൊക്കെ രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നു. കൂടെയുള്ള 2 വ്യക്തികൾ ഈ മകനെ ചതിച്ചു. അങ്ങനെ പണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ മനുഷ്യന് 10 കോടി രൂപ കടബാധ്യത. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ്, ആ പാവ സ്ത്രീ പറയുക, ബ്രദറെ, ഭർത്താവ് ഇപ്പോൾ പറയുന്നത് 3 പെൺമക്കളാ. മൂത്ത കുട്ടി +2, അടുത്തത് 9, 8, നല്ല മിടുക്കൽ പെൺകുട്ടികൾ. ഭർത്താവ് പറയുക, നമുക്ക് ആത്മഹത്യ ചെയ്യാം, നമുക്കിനി ജീവിക്കണ്ട, 10 കോടി രൂപ കടബാധ്യത, ഒരു വഴിയില്ല. ഭാര്യയോടും പിള്ളേരോടും ഈ മനുഷ്യൻ പറയാ, നമുക്ക് ആത്മഹത്യ ചെയ്തേക്കാം. ആ ചെറുപ്പക്കാരന് 45 വയസ്സ് കാണും. നമുക്ക് ആത്മഹത്യ ചെയ്തേക്കാം, ജീവിതം അവസാനിപ്പിച്ചേക്കാം. ഇവർക്ക് പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുക മനുഷ്യൻ. സിസ്റ്റർ പറയുക, വലിയ സങ്കടത്തിലാണ് ബ്രദറെ, ഞാനൊരു വിഷമെല്ലാം കിട്ടു. ഇവൻ്റെ തലയൊക്കെ വെച്ച് ഇവന് ആത്മഹത്യയുടെ പ്രേരണ കൊടുക്കുന്ന പിശാചിനൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കൂട്ടുകാർ 2 പേര് ചതിച്ചതാ. 40 കോടി രൂപ പോയി. പങ്ക് ബിസിനസ്സാണ്, നഷ്ടപ്പെട്ടു. ഇപ്പം 10 കോടി രൂപ ഇവൻ്റെ കടബാധ്യത എല്ലാം ഇവൻ്റെ പടലിക്കായി. ഒരു വഴിയില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുക. വേറെ വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയെങ്കിലും വിറ്റുമൊക്കെ കടം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. കച്ചവടം മുന്നോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, മൊത്തത്തിൽ പ്രയാസപ്പെട്ടിരിക്കുക. ആ ചേച്ചി പറയുക, ബ്രദറെ, ഈ മനുഷ്യൻ പറയുന്നത് കുഞ്ഞുങ്ങളെ നമുക്കെല്ലാവർക്കും കൂടെ ആത്മഹത്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരുവിൻ, നിങ്ങൾക്ക് ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. സക്കറിയ 9:12. പ്രത്യാശയുടെ തടവുകാരെ, പ്രത്യാശ ഉള്ളവരും പ്രത്യാശ നഷ്ടപ്പെട്ടവരും തടവിലാക്കപ്പെട്ടവരും ഒക്കെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ രക്ഷാദുർഗം കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവ നമ്മുടെ രക്ഷാദുർഗം. അവിടെ കയറിപ്പറ്റിയാൽ പിന്നെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. രക്ഷാദുർഗം, അവിടേക്ക് വരിക, രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. അടുത്ത വചനം പറയുന്നു, നിനക്ക് ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. അവിടെ ഒരു പ്രഖ്യാപനമാണ് കർത്താവ് ചെയ്യുന്നത്. ജീവിതത്തില് സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിതത്തില് എല്ലാം തകർന്നവരുണ്ട്. കർത്താവ് വിളിക്കുന്നു, നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി 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 ഞാൻ തിരിച്ചു തരും. നമ്മുടെ കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരട്ടിയായിട്ട് കർത്താവ് തിരിച്ചു തരും. നിനക്ക് എന്തു നഷ്ടപ്പെട്ടോ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരു അനുഭവം പറഞ്ഞില്ലേ, 10 കോടി കടബാധ്യക്കാരൻ, ഉറപ്പാണ് കർത്താവ് അവൻ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഒരിക്കല് കളത്തിപ്പടി ക്രിസ്ത്യനിൽ ധ്യാനിക്കാൻ വന്നൊരു ഫാമിലി, ഭാര്യയും ഭർത്താവും 3-4 മക്കളും ഉണ്ട്. അന്ന് ആ മനുഷ്യന് 2 കോടി രൂപ കടബാധ്യത. 2 കോടി രൂപ കടബാധ്യത. ആത്മഹത്യയുടെ വക്കില്. കടക്കാര് കടം കൊടുത്തവരൊക്കെ വീട്ടിൽ നിന്നും കയറുന്നു.
പലിശ കൊടുത്ത് മടുത്തു. കാരണം പലിശ കൊടുക്കാൻ പോലും ഒരു വഴിയില്ല. തകർന്ന ഒരു മനുഷ്യൻ. ആ കുടുംബത്തോട് ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം ഇടപെടും. സഹോദരന് വേണ്ടി ദൈവം ഒരു അത്ഭുത ഇടപെടൽ നടത്തും. ഒന്ന് വിശ്വസിച്ചേ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ്. ദൈവത്തിന് ഒരു സെക്കൻഡ് മതി വഴി തുറക്കുവാനായിട്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇച്ചിരി സംസാരിച്ചു, വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ മകൻ്റെയും കുടുംബത്തിനൊക്കെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ കർത്താവ് ശക്തമായ മെസ്സേജ് നൽകി. ആ കടബാധ്യതയുള്ള മകൻ്റെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കുന്നു. അതിൻ്റെ പിറ്റേ മാസം ആ മകൻ വീണ്ടും ധ്യാനിക്കാൻ വന്ന് കുടുംബസഹിതം അന്ന് പങ്കുവെച്ച അനുഭവം ഇതാണ്. സാക്ഷ്യം പറഞ്ഞു. ആ മകൻ്റെ ഭാര്യയുടെ ബന്ധുക്കളും ആരാണ്ട് പ്രിയപ്പെട്ടവരൊക്കെ വിദേശത്തുണ്ട്. അവരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തു. 1 കോടി രൂപ ഉണ്ടാക്കി കൊടുത്തു. അത്ഭുതകരമായിട്ട് കടബാധ്യത തീർന്നു. 1 കോടി തീർന്നു. ഇനി 1 കോടി രൂപ ഉണ്ട്. ആ മനുഷ്യൻ കളത്തിപ്പടി ക്രിസ്ത്യനിൽ 2 ധ്യാനം അവരൊന്നിച്ചുകൂടി തുടർച്ചയായിട്ട് 6 ധ്യാനങ്ങളിൽ ആ മനുഷ്യൻ പങ്കെടുത്തു. 6 ധ്യാനം. ആ മനുഷ്യൻ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട്. സ്ഥലം വിറ്റു. അവസാനം മുഴുവൻ കടബാധ്യത തീർന്നു. അത് കഴിഞ്ഞ് വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇപ്പൊ പഞ്ചായത്ത് മെമ്പറാ. കടം മുഴുവൻ കത്താവ് തീർത്തു. അദ്ദേഹം പറയുക, കടക്കാർ വരുമ്പോൾ വീടിന്റെ അകത്ത് കയറി ഒളിച്ചിരുന്ന മനുഷ്യനാ ഇന്ന് ഇറങ്ങി നടക്കാം. നിന്റെ ദൈവം സർവശക്തനാ. ശത്രുവിന്റെ മുൻപിൽ വിരുന്നൊരുക്കുന്നവൻ. തകർന്നടിഞ്ഞ ജീവിതങ്ങളെ അവൻ പണിതുയർത്തും. 3 യുവാക്കന്മാരെ തീച്ചൂളയിൽ എറിഞ്ഞപ്പോൾ അഗ്നി അവരെ തൊട്ടില്ല. അഗ്നി അവരെ വേവിച്ചില്ല. അഗ്നി അവരെ വേവിക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ പറയുന്നുണ്ട്, അവിടെ ശരീരത്തിൽ ഒരു രോമം പോലും കരിഞ്ഞു പോയില്ല. അഗ്നികുണ്ഡത്തില് അവർക്ക് ഒരു എയർ കണ്ടീഷൻ സംവിധാനം ദൈവം ഒരുക്കി കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനാണ്. നമ്മുടെ ദൈവം വലിയവനാണ്. അഗ്നികുണ്ഡത്തിൽ അവന് അവിടെ അവർക്ക് എയർ കണ്ടീഷൻ തന്നെ ഒരുക്കിയെടുത്തു. തീ അവരെ തൊട്ടില്ല. സഹനത്തിന്റെ അഗ്നികുണ്ഡത്തിൽ, രോഗത്തിന്റെ അഗ്നികുണ്ഡത്തിൽ, കടബാധ്യതയുടെ അഗ്നികുണ്ഡത്തിൽ, കുടുംബ തകർച്ച, ഭാര്യ ഭർത്താക്കന്മാർ മക്കളുടെ ബന്ധത്തിന്റെ തകർച്ച, എന്തുമാവട്ടെ, ഏത് തീക്കുണ്ടത്തിൽ നീ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്നെ പൊള്ളാതെ സൂക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കെൽപ്പുണ്ട്. ഏത് തീക്കുണ്ടത്തിൽ, ഏത് അഗ്നിയിൽ നിങ്ങൾ കിടന്നാലും അവിടെ പൊള്ളലേൽക്കാതെ കർത്താവ് എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും അവൻ കാത്തു സൂക്ഷിക്കും. ഞാൻ ഉറപ്പ് തരാം. പൊള്ളുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അഗ്നികുണ്ഡത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും അവിടെ അവൻ എയർ കണ്ടീഷൻ സൃഷ്ടിക്കും. അഗ്നി നമ്മളെ പൊള്ളിക്കത്തില്ല. സമുദ്രത്തിലൂടെ കടന്നാൽ ജലം നിന്നെ മുക്കിക്കളയത്തില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കത്തില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. ആർക്കും നിന്നെ മുക്കാൻ പറ്റത്തില്ല. അഗ്നിയിലൂടെ നടക്കുമ്പോൾ അഗ്നി നിന്നെ പൊള്ളിക്കത്തില്ല. ആർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ജീവിക്കുന്ന ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയ്പ് നിറഞ്ഞ ജീവിതത്തെ അവൻ ഏറെ മധുരമുള്ളതാക്കി മാറ്റും. നിന്റെ കുടുംബത്തിന്റെ ഭാവി, കുഞ്ഞുങ്ങളുടെ ഭാവി, തലമുറകളുടെ ഭാവി അവൻ ഒത്തിരി അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പോവുക. അഗ്നി നിന്നെ തൊടത്തില്ല, ജലം നിന്നെ പൊക്കത്തില്ല. അഗ്നികുണ്ഡത്തിൽ കിടക്കുമ്പോഴും നിന്റെ ശരീരത്തിൽ പൊള്ളലേൽക്കത്തില്ല. നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ദൈവം, നിന്നെ നെഞ്ചോട് ചേർത്ത് പൊള്ളിക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച അപ്പമായി തീർന്നവൻ കർത്താവായ യേശുക്രിസ്തു. ഇവിടെ ധാരാളം മാതാപിതാക്കന്മാരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നിന്റെ കൈപ്പുള്ള ജീവിതത്തിൽ കർത്താവ് മധുരം വാരി വിതറാൻ പോവുക. തീക്കുണ്ടത്തിൽ കിടക്കുമ്പോൾ
നിനക്ക് പൊള്ളലേൽക്കത്തില്ല. നീ കർത്താവിൻ്റെ സ്വന്തമാണ്. എനിക്കും പൊള്ളലേൽക്കത്തില്ല. തീ ചുറ്റിലും കാണും, എനിക്ക് പൊള്ളലേൽക്കത്തില്ല. നിങ്ങളിത് വിശ്വസിക്കണം. 3 യുവാക്കന്മാരെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞു, അവരെ അഗ്നി വിഴുങ്ങിയില്ല. നമ്മളെയും വിഴുങ്ങത്തില്ല. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാം. കർത്താവ് നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,